നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാനി ഏവ തത്ര കാ പരിദേവന. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഭാരത, ഭൂതാനി അവ്യക്താദീനി വ്യക്തമധ്യാനി അവ്യക്തനിധനാനി ഏവ തത്ര കാ പരിദേവന. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അല്ലയോ അർജുന, ജന്തുക്കൾ അവ്യക്തതയിൽ നിന്നും വരുന്നു, അവ്യക്തതയിലേക്ക് പോവുകയും ചെയ്യുന്നു. ജീവികളുടെ ആദ്യ അവ്യക്തവും മധ്യാവസ്ഥ വ്യക്തവും അവസാനത്തിൽ അവ അവ്യക്തത്തിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ ആ വിഷയത്തിങ്കൽ എന്തിന് നീ ശോചിക്കുന്നു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നത്. നമസ്തേ.